ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി കപ്സ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതും റേഷനരി വെച്ചിട്ട് കപ്സ മസാലയൊന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് നല്ല രീതിയിൽ പെർഫെക്റ്റ് ടേസ്റ്റിൽ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. സിമ്പിളാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. റേഷനരി ആയതുകൊണ്ട് തന്നെ ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഒരിക്കലും വേണ്ട. അതുപോലെ തന്നെ വീട്ടിൽ കപ്സ മസാല ഇല്ലാത്ത സമയത്ത് നമുക്ക് കപ്സൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ റെഡിയാക്കി എടുക്കാം. നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ റെഡിയാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കപ്സ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3 സവാള വഴറ്റിയെടുക്കാം. നന്നായിട്ട് കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞെടുത്ത സവാളയാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളകാണ്, ഹോൾ പെപ്പർ, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കറക്റ്റ് അളവ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ അളവിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കറക്റ്റ് മെഷർമെൻറ്റ് പറയാത്തത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 3 തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിതുവരെ കുരുമുളകല്ലാതെ അതിലോട്ടുള്ള സ്പൈസസ് വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെന്നു. ഇനിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഉണങ്ങിയ ഇഞ്ചിയും മഞ്ഞളും കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ഒരു അറബിക് ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ സ്പൈസസ് പൗഡറിന് പകരമായിട്ടാണ് ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. 3 ഡ്രൈഡ് ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ വരുമ്പോൾ നമ്മളെ റൈസിന് നല്ലൊരു ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ചിക്കനായാലും നല്ലൊരു അറബിക് ടേസ്റ്റ് വരുന്നുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം കൂടി പോകേണ്ട, 1 ടീസ്പൂൺ തന്നെ മതിയാവും. ഒപ്പം തന്നെ 3 മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് 1 കിലോ ചിക്കന് 2 ക്യൂബ് എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അടുത്തതായിട്ട് ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും 3 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടി പോവരുത്, രണ്ടും കൂടെ 1 പിടി മതിയാവും. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ചിക്കൻ ഒരു ഹാഫ് കുക്കാവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്തുള്ള സ്മെല്ലുണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത അപാര സ്മെല്ലാണ്. ചിക്കനൊക്കെ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം ഇതിൽ കടന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി റൈസിൻ്റെ കൂടെ കടന്ന് വേവാനാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അരി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ റൈസിലോട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റൈസ് കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ റൈസൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വേവ് ഏറിയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. റേഷനരി ആകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാവർക്കും, വേവ് ഏറി പോവോ ഒട്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം നല്ല കുക്കായിട്ടുമുണ്ട്. ഇനി അതിലോട്ടൊരു 3-4 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിട്ട് കുത്തി വെക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എരിവ് കൂടി പോകുന്നൊരു പ്രശ്നമൊന്നും വരില്ല. അധികം സ്പൈസസോ മസാലപ്പൊടികളോ നമ്മളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അപ്പോൾ നമ്മൾ കപ്സ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ബസ്മതി അരി വെച്ച് ചെയ്ത അതേമാതിരി തന്നെയാണ്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കറക്റ്റ് വേവിൽ കുക്ക് ഏറിപ്പോവാതെയും കുറഞ്ഞു പോവാതെയും നല്ലൊരു കറക്റ്റ് ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.